ഇത്തിരി വെട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ പണ്ട് വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ശംഖുപുഷ്പത്തിനെ പറ്റിയാണ്. നമ്മുടെ ശംഖുപുഷ്പം ഇത് നല്ല കടുന്നീല ശംഖുപുഷ്പം ചെടിയാണ്. ഇത് ഞാൻ കിണറിന്റെ സൈഡിൽ ഒരു ഗ്രോ ബാഗിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ മൊട്ട് ഇതിനകത്തുണ്ട്. ശംഖുപുഷ്പം കടുന്നീല നിറമാണ്. ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് ക്ലിറ്റോറിയ ടെർനേറ്റ് എന്നാണ് ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം. ഇത് ശംഖിനോട് സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെ ആയുർവേദത്തിൽ പറയുന്നത് വളരെ ഗുണപ്രദമായ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടെന്നാണ്. അതായത് മീൻസ് ഇതിനകത്ത് സമൂലം ഉപയോഗിക്കാൻ പറ്റിയതായ ഒരു ശംഖുപുഷ്പം ചെടിയാണ് ഇത്. ഇതിന്റെ വേരുകൾ, അതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ, അതുപോലെ ഇതിന്റെ പൂവ്, ഇതെല്ലാം ഉപയോഗിക്കുവാനായിട്ട് പറ്റുന്നതാണ്. പണ്ടൊക്കെ നമ്മുടെ ഈ വീട് പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷം പോക്കുവാനായിട്ടും ഇത് അരച്ച് ആ മുറിവിൽ തേക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് നീല ശംഖുപുഷ്പമാണ്. ഇത് നമ്മൾ ബ്ലൂ ടീ ആയിട്ട് ഉപയോഗിക്കും. നമ്മൾ കല്യാണ റിസപ്ഷനൊക്കെ പോകുമ്പോൾ ബ്ലൂ ടീ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നാണ്. ഇത് നല്ല ഷെയ്ഡി വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ചാണ്. ഈ ബ്ലൂ ടീയുടെ പൗഡറിന് ഭയങ്കര വിലയാണ് മാർക്കറ്റിൽ. ഇത് നമ്മൾ നല്ലതുപോലെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ, ഇത് നമുക്ക് വാണിജ്യപരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല പ്രയോജനകരമാണ്. ഇത് നമ്മൾ ഒരു 2-3-4 പൂവെടുത്ത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലിട്ട് തലേന്ന് വെച്ചിരുന്ന രാവിലെ നല്ല നീല നിറമായിരിക്കും. അത് ശരീരത്തിന് ഇത് നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ചെടി നല്ല പ്രയോജനകരമാണ്. ഇത് നമ്മൾ നല്ലതുപോലെ ഇതിന്റെ വിത്തുകളൊക്കെ നമ്മുടെ അമരപ്പയർ പോലെയാണ് ഇതിന്റെ വിത്തുകൾ. വിത്തുകളൊക്കെ കാണിക്കാം. അമരപ്പയറിന് തുല്യമാണ് ഇതിന്റെ വിത്ത്. ഇത് നമ്മൾ ഉണക്കിയെടുത്ത് നമ്മൾ ചെടിച്ചട്ടികളിലൊക്കെ നട്ട് കഴിക്കാൻ ഇഷ്ടംപോലെ പിടിക്കും. ഇതിനെ നമ്മൾ മേൽമണ്ണും അതുപോലെ ചാണകപ്പൊടിയും മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ വെള്ളപ്പൂക്കളുമുണ്ട് ഇതിനകത്ത്. ഈ വെള്ളപ്പൂവിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇതിന്റെ വേരെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇത് വെണ്ണയും ചേർത്ത്, അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പത്തിന്റെ വെള്ളപ്പൂക്കൾ അതിന് വേരെടുത്ത് നമ്മൾ വെണ്ണയും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇതും വളരെ പ്രയോജനമാണ്. ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഉപയോഗപ്രദമാണ്. നിറച്ചുണ്ട്. അപ്പുറത്ത് ഇതിന്റെ പ്ലാന്റ് വേറെ നിപ്പുണ്ട്. അതിനകത്തും പൂക്കളുണ്ട് നിറച്ച്. ഇത് വളരെ പ്രയോജനകരമാണ്. ഇത് എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇത് നമ്മൾ ഇവിടെ വീട്ടിൽ നിറച്ചുണ്ട്. ഞാനിത് രാവിലെ ബ്ലൂ ടീ കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ പാൽ കഷായമായിട്ട് നമുക്ക് കുടിക്കാം. അത് നമുക്ക് ഈ ഫേഷ്യലായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പറ്റും. ചർമ്മ സംരക്ഷണത്തിൽ ഉപയോഗിക്കുവാനായിട്ട് പറ്റും. ഇത് വളരെ പ്രയോജനകരമാണ്. നമ്മുടെ വീടുകളിൽ വെച്ച് വളർത്തുക. ഞാൻ നിങ്ങളെ ഇതിന് വേണ്ടി സന്തോഷം പങ്കിടുവാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.